ടെംപ്റ്റിംഗ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ല കിട്ടിലൻ മസാല കൊണ്ട് ബീഫ് നമുക്ക് റോസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ആ റോസ്റ്റ് ചെയ്ത ബീഫ് ഒന്ന് വരട്ടിയെടുക്കുകയൊക്കെ ചെയ്താലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോയാലോ. ഇതിപ്പം ഏകദേശം 1 കിലോയോളം ബീഫുണ്ട്. സാധാരണ നമ്മൾ ബീഫ് മേടിക്കുമ്പോൾ ഉണ്ടല്ലോ കഷ്ണം മാത്രമാണ് കിട്ടുന്നത്. ഇന്ന് എന്തോന്ന് അറിയത്തില്ല, കുറച്ച് കഷ്ണങ്ങളും പിന്നെ എല്ലും കരളും എല്ലാം കൂടി ചേർത്താണ് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല പുരട്ടി വെക്കാം. ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും പിന്നെ ഇതൊരു സ്പെഷ്യൽ മസാലയാണ്. കുരുമുളകും പെരിഞ്ജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ചേർന്ന് നല്ലോണം ഒന്ന് ചതച്ച് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിതേ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടിങ്ങനെ പെരട്ടി അങ്ങ് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ ഈ കഷ്ണങ്ങൾ തിരുമ്പുമ്പോൾ ഉണ്ടല്ലോ, മസാല പുരട്ടി തിരുമ്പോൾ നല്ലോണം ഒന്ന് അമർത്തി തന്നെ തിരുമ്മിയെടുക്കണം. എങ്കിൽ മാത്രമേ ആ ബീഫിൻ്റെ കഷ്ണത്തിൽ അല്ലെങ്കിൽ ചിക്കൻ്റെ കഷ്ണത്തിൽ അല്ലെങ്കിൽ ഫിഷിൻ്റെ കഷ്ണത്തിലൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് ഇങ്ങനെ മസാല പിടിച്ച് കിടക്കത്തുള്ളേ. കുറേ സമയം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഇതിപ്പോൾ ഞാനൊരു ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ വെച്ചോളേ. ഇനി നമുക്കിത് കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 4-5 വിസിൽ കേട്ടാൽ മതി. കാരണം ഇറച്ചി കണ്ടപ്പോഴേ എനിക്ക് തോന്നി അത്ര മുറ്റിയതൊന്നും അല്ലെന്ന്. അപ്പോൾ ഇപ്പം ഒരു അമ്മയാണെങ്കിലേ കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ കുപ്പിയിൽ കൊണ്ടുവന്നേ. അപ്പം നമ്മളൊരു ചെറിയൊരു ബോട്ടിൽ മേടിച്ചു. ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന ചില സാധനങ്ങളുണ്ടല്ലോ നല്ലതായിരിക്കേ. അതുകൊണ്ട് ഇത് കണ്ടപ്പം തെളിനീര് പോലെ ഇരിക്കുന്നത് കണ്ടിട്ടാണ് മേടിച്ചത് കേട്ടോ. അപ്പം നമുക്കിത് അടുപ്പിലാണ് വെക്കുന്നത്. ഉരുളയിലേക്ക് ഒരു 3-4 വറ്റൽമുളകും പിന്നെ 2 ബേ ലീഫും പിന്നെ പട്ടയും ഗ്രാമ്പും തക്കോലവും ഏലക്കയും ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൊരിഞ്ഞ് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അത് മൊരിയാനായിട്ട് കാത്ത് നിൽക്കേണ്ട, ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് കിട്ടിക്കോളും. ഇനി നമ്മളിതേ മാറ്റി വെച്ചിട്ടുള്ള ആ മസാലക്കൂട്ടില്ലേ ചതച്ചത്, അതും കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടിങ്ങനെ ഇളക്കി അങ്ങ് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലോണം അങ്ങനെ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങോട്ട് കൊടുക്കാം. കറിവേപ്പില ഇതിപ്പോൾ കിളുന്ത് കറിവേപ്പില കേട്ടോ. മഴയൊക്കെ പെയ്തപ്പോൾ ഉണ്ടല്ലോ മുറ്റിയതൊന്നുമല്ല, അങ്ങനെ കിളുന്ത് വരുന്നതേ ഉള്ളൂ. ഇനി കുറച്ച് സവാള, കുറച്ച് പൊടിയുപ്പ് പിന്നെ കുറച്ച് ചുവന്നുള്ളി ഇതും കൂടി ഇട്ട് കൊടുക്കാമേ. ഞാനിപ്പം ഏകദേശം ഒരു 3 വലിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് നമ്മൾ കുറച്ച് ചുവന്നുള്ളി ചതക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടല്ലോ. ഇത് നല്ലതായിട്ട് ഒന്ന് മൊരിഞ്ഞ് കിട്ടണം, നല്ലോണം ഒന്ന് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. ഒരു ബ്രൗണിഷ് കളർ ആവണം. അത് ആ ഒരു കളറായി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ചും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടിങ്ങനെ ഇളക്കിയതിന് പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ബീഫില്ലേ, അത് ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആ കുക്കറൊന്ന് ജസ്റ്റ് കഴുകിയിട്ട് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച നല്ല അടിപൊളി ഗരം മസാല ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ മിക്കവാറും ഒക്കെ ഇവിടെ ബീഫൊക്കെ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ ചാറ് കറിയാണ് വെക്കുന്നത്. അപ്പം ഇന്നിപ്പോൾ എന്തായാലും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഈ പുക കാരണം ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇനിയൊരു 4 പച്ചമുളക് നെടുകെ ഒന്ന് അറ്റം പിളർത്തി വെച്ചിട്ട് അതിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ നന്നായിട്ടിങ്ങനെ ഇളക്കി നല്ലോണം മിക്സ് ചെയ്ത് നല്ല യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഏകദേശം ഈ ഒരു പരുവമൊക്കെ മതി, ഒരുപാട് ചാറൊന്നുമില്ല കേട്ടോ. നന്നായിട്ടിങ്ങനെ ബീഫ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ ഈ ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ആ ഉരുളിക്കകത്ത് ഇച്ചിരി ചോറോ കപ്പയോ ഒക്കെ പുരട്ടി തിന്നുമ്പോൾ ഉണ്ടല്ലോ അതാണ് അടിപൊളി ടേസ്റ്റ്. തീ ഏകദേശം ഞാൻ നല്ലോണം കുറച്ചിട്ടേക്കുവാണ്. ഇവിടെ മിക്കവാറും നോൺ വെജൊക്കെ വിറകടുപ്പിൽ തന്നെ വെക്കുന്നത്, അതാണ് ഇഷ്ടം. ഇനി ഇത് ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇച്ചിട്ടിട്ട ചുവന്ന മുളകില്ലേ, ഉണക്കമുളക്, അതൊക്കെ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. പച്ചമുളകും വാടി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി തംബ്നെയിലിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റിലാക്കി വെച്ചതാണ്. എന്തായാലും ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരിക്കും പറഞ്ഞാണ്ടല്ലോ നമുക്കിപ്പം ഒരു കപ്പ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പുരട്ടി തിന്നാൻ നല്ലതാണ്, അല്ലെങ്കിൽ ചക്ക ആയാലും മതി കേട്ടോ. ചക്കയും ബീഫും ഒക്കെ നല്ല കിഡിലൻ കോമ്പിനേഷനാണ്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം വൈകുന്നേരമായി. ഉരുളിക്കകത്തിരുന്നതെല്ലാം ഞാനിതേപോലെ ഈ പാനിലോട്ട് മാറ്റി വെച്ചിട്ട് ഇനി നമുക്കിതിനെ നന്നായിട്ടിങ്ങനെ വരട്ടി വരട്ടി അങ്ങ് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഈ ബീഫ് അടിപൊളി ടേസ്റ്റായിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസമൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ബീഫിനും അതുപോലെ മീൻകറിക്കുമൊക്കെ നല്ലൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും. അപ്പം ഞാനിത് ഏകദേശം ഒന്ന് മൊരിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുറച്ച് പച്ചമുളകും കുറച്ച് സവാള നുറുക്കിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി നന്നായിട്ട് അതിനകത്തോട്ട് കിടന്നിങ്ങനെ പെരണ്ട് നല്ലോണം അങ്ങനെ യോജിച്ച് നല്ല മിക്സായിട്ട് വരണേ. ശരിക്കും ഈ മലയാളികളുടെ ഒരു വികാരമാണല്ലേ ഈ ബീഫ് റോസ്റ്റ്. പിന്നെ അതിൻ്റെ കൂടെ പൊറോട്ട എന്ന് പറയുന്ന സംഭവം ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം. എത്രയൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരെണ്ണം അല്ലെങ്കിൽ പകുതിയെങ്കിലും കഴിച്ച് നോക്കണമെന്ന് എല്ലാവരും വിചാരിക്കും. പിന്നെ അതേ കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടിങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുത്തു. ഇത് കുറച്ച് ചമ്മന്തി അരയ്ക്കുകയാണ് കേട്ടോ, കലക്ക ചമ്മന്തി, നല്ല തട്ടുകട സ്പെഷ്യൽ. കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വറ്റൽമുളകിൻ്റെ പൊടിയും തേങ്ങയും കൂടി നന്നായിട്ടിങ്ങനെ അരച്ചെടുത്തു. ഇനി നമുക്കിത് കടുക് താളിച്ചൊഴിക്കണേ. ഇതിലേക്ക് കടുകും വറ്റൽമുളകും പിന്നെ കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചമ്മന്തിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നതിന് ഈ ഒരു ജീരകത്തിൻ്റെ ഫ്ലേവറാണ്. പിന്നെ അതേ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ചമ്മന്തിയിലേക്ക് നമ്മൾ അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ്. ഇച്ചിരി ഒന്ന് അയഞ്ഞ പരുവത്തിരിക്കുന്ന ഒരു ചട്നിയാണ് കേട്ടോ. സാധാരണ തട്ടുകടയിൽ എന്നൊക്കെ പറയുമ്പോൾ ഇതിനേക്കാളും ഭയങ്കര ഒഴുക്കനായിരിക്കും. പക്ഷെ നമ്മൾ ഈ വീട്ടിൽ അത്രയും ഒഴുക്കൻ ചമ്മന്തി ഭയങ്കര ഇഷ്ടമല്ല കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ അതേ കുറച്ച് ദോശയും കൂടെ ചുട്ടു. അപ്പോൾ നമ്മൾ കുറച്ച് പൊറോട്ടയും കൂടെ മേടിച്ചിട്ടുണ്ടേ. അങ്ങനെ ദേ പൊറോട്ടയും ആ ബീഫ് വരട്ടിയതും ആ ചമ്മന്തിയൊക്കെ കൂടെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് കഴിച്ചോട്ടോ. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.